രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലെ അടുത്ത കാലത്ത് വളർന്നു വന്ന ഗ്ലാമർ ബോയ് എന്ന് വിശേഷിപ്പിക്കാം. തീപ്പൊരി നേതാവ്. ചാനൽ ചർച്ചകളിൽ എതിരാളികളെ വാക്ശരങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തിയായിരുന്നു രാഹുലിൻ്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള അരങ്ങേറ്റം എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഹൈക്കമാൻഡ് കൈവിടാൻ തീരുമാനിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഉത്തരം ഒന്നേയുള്ളൂ. ഹൈക്കമാൻഡിന് മുന്നിൽ നേരത്തെ തന്നെ ചില വിവരങ്ങൾ എത്തിയിരുന്നു. അത് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ഇരിക്കെയാണ് നടിയുടേതായ വെളിപ്പെടുത്തലും ആരോപണങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായും അതിൽ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡിന് അതുകൊണ്ട് കാലതാമസം ഉണ്ടാവേണ്ടിയിരുന്നില്ല. ഹൈക്കമാൻഡിന് മുന്നിലുള്ള പരാതി എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിച്ചതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പാർട്ടിക്ക് പുറത്തു നിന്നുകൂടി അത്തരം ആരോപണങ്ങൾ ഉയർന്നതോടെ തൽസ്ഥാനത്തു നിന്ന് നീക്കിക്കൊണ്ട് മാത്രം, അതായത് പാർട്ടി പദവിയിൽ നിന്നും നീക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന തീരുമാനമാണ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ തീരുമാനം എടുക്കുകയുണ്ടായി. ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ആശയവിനിമയം നടത്തി. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, കുറച്ചുകൂടി കടുത്ത തരത്തിലുള്ള തീരുമാനങ്ങൾ വേണം, അന്വേഷണം വേണം, ഗൗരവമായി ഇതുവരെയുള്ള എല്ലാ പരാതികളെയും കാണണം എന്ന നിലപാടാണ് പരാതികളെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്ന ദീപാദാസ് മുൻഷിയും എടുത്തത്. അതോടുകൂടി കേരള നേതാക്കളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് രാജിവാങ്ങുക എന്നതിൻ്റെ കാലതാമസം മാത്രമേ പിന്നെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഹൈക്കമാൻഡ് കടുത്ത തീരുമാനത്തിലേക്ക് പോകുമ്പോഴും എന്തുകൊണ്ട് കേരളത്തിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചിരുന്ന ഷാഫി പറമ്പിലും VD സതീശനുമൊക്കെ വേഗത്തിൽ കൈവിട്ടു എന്ന ചോദ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ഉത്തരവും ഇതുതന്നെയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട മറ്റു പരാതികൾ നേരത്തെ തന്നെ VD സതീശൻ അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നു. അതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ മുമ്പ് സംരക്ഷിച്ചിരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനവും ആലോചനയുമൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായ പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ സ്വീകരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റണമെന്ന നിലപാടിലേക്ക് ഈ തീരുമാനം ഇന്നലെ വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് സംബന്ധിച്ച ആശയവിനിമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ കാലത്തെയും മെന്ററായ ഷാഫി പറമ്പിലിനോട് നടത്തുകയും ചെയ്തു. പാർട്ടിയുടെ പൊതു തീരുമാനം അതാണെങ്കിൽ വിഷമത്തോടുകൂടി അംഗീകരിക്കാം എന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ ആ ഘട്ടത്തിലും എടുത്തത്. അപ്പോഴും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രേഖാമൂലമുള്ള പരാതി പോലീസിൽ FIR മറ്റോ ഇല്ലല്ലോ എന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് നിലപാട് അറിയുകയും ഇന്നലെ രാവിലെയോടുകൂടി കൂടുതൽ ചാറ്റുകളുടെ വിശദാംശങ്ങളും ശബ്ദരേഖകളുമൊക്കെ പുറത്തു വന്നപ്പോൾ ഇനി ഒരു നിമിഷം വെച്ചിരിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് KPCC അധ്യക്ഷൻ കൂടി എത്തിച്ചേർന്നു എന്നുള്ളതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന നേതാക്കൾക്ക് പോലും മൗനം പാലിക്കുക മാത്രമേ ആ ഘട്ടത്തിൽ വഴിയുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റെല്ലാ നേതാക്കളും പാർട്ടിയുടെ പ്രതിച്ഛായയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പണി വാങ്ങരുത് എന്ന സന്ദേശം തന്നെ നൽകിക്കൊണ്ടിരുന്നതും നേതൃത്വത്തെ കടുത്ത തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുത. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം രമേശ് ചെന്നിത്തലയും K സുധാകരനുമൊക്കെ അടക്കമുള്ള കേരളത്തിലെ മറ്റു പ്രമുഖ നേതാക്കൾ ഇതിനകത്ത് എന്തു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ രമേശ് ചെന്നിത്തല ഈ ദിവസം, ഈ ആരോപണം ഉയരുന്ന ദിവസവും അതിനുശേഷമുള്ള ദിവസവും ഒന്നും സംസ്ഥാനത്തല്ല രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിദേശത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു നിമിഷം പോലും ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത്, പാർട്ടി പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും എന്ന സന്ദേശം അദ്ദേഹവും ഹൈക്കമാൻഡിന് നൽകുകയാണ് ചെയ്തത്. ഞാനാണെങ്കിൽ ഇതിലും വേഗത്തിൽ പിടിച്ചു പുറത്തിട്ടാനേ എന്നായിരുന്നു K സുധാകരൻ പരസ്യമായി തന്നെ നടത്തിയ കമൻറ്റ്. ഇതെല്ലാം കൂടി ചേർന്നതോടുകൂടി നേതൃത്വത്തിന് വളരെ വേഗം തീരുമാനമെടുക്കാൻ കഴിഞ്ഞു.
പക്ഷേ അതിനു മുമ്പേ തന്നെ ഹൈക്കമാൻഡ് തലത്തിൽ വളരെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അത് കേരള നേതാക്കളോട് ആശയവിനിമയം നടത്തേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർക്കിടയിൽ വളരെ കൃത്യമായി പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിച്ച പരാതി ഉണ്ടായിരുന്നു. അതിൽ തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ വളരെ സജീവമായി ഇപ്പോഴും പാർട്ടി തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ബന്ധുവിനുമായി ബന്ധപ്പെട്ട പരാതി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ തന്നെ നേരത്തെ തന്നെ പല നേതാക്കൾക്കിടയിലും എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ നേതാക്കളെയെല്ലാം കടുത്ത നിലപാടെടുക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചത്. ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ നിലപാട് കേരള നേതാക്കളെയും ഒരേ ചിന്തയിലേക്ക് എത്തിക്കുന്നതിന് ഇടയാക്കി. ഒപ്പം തന്നെ രാഹുലിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്ക് കമ എന്നൊരക്ഷരം ഉരയാടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാഷ്ട്രീയമായി അവർ എത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ആരും സംരക്ഷണം തീർക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തൽക്കാലം അതിനാൽ എല്ലാത്തിനോടും മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ രാഹുൽ മാങ്കൂട്ടത്തെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്നിനി വരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം 2 സുപ്രധാനമായ പദവിയിലേക്കാണ് ഈ കാലത്ത് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നത്. അതിൽ ഒന്നായിരുന്നു പാർട്ടി അധ്യക്ഷ പദവി എന്നുള്ളത്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി. മറ്റൊന്ന് പാലക്കാട് നിന്നുള്ള MLA ആയി ഉപതെരഞ്ഞെടുപ്പിൽ. അതിലെല്ലാം ഷാഫി പറമ്പിലിൻ്റെ ആശീർവാദം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കും. ഇതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവിധ ഘട്ടത്തിൽ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വ്യാജ ID കാർഡ് നിർമ്മാണ ആരോപണം നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ്. പാർട്ടി തള്ളിയ ശേഷവും PV അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട വിവാദം ഓർമ്മയുണ്ട്. അക്കാലത്തൊക്കെ ഒരു ചെറുപ്പക്കാരൻ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ എന്ന നിലയിൽ അതിനെയൊക്കെ ലഘൂകരിച്ചു കൊണ്ടുപോയ ഉന്നതമായ നേതൃത്വം തന്നെയാണ് എല്ലാത്തിനും കുറ്റക്കാരെന്ന വിമർശനം കൂടി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. വളരെ ശക്തമായ നിലപാടെടുത്ത് തള്ളി രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുള്ള VD സതീശൻ അടക്കമുള്ളവർക്കെതിരെയുള്ള ഒരു ആയുധം കൂടിയായി ഇതൊക്കെ മാറും എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വസ്തുതകൾ. പക്ഷേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരും തയ്യാറാവില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല. കാരണം കേരളത്തിൽ ഇതുപോലെ കേസ് വന്ന മുൻ നേതാക്കൾ ഒന്നും തന്നെ രാജിവെച്ചിട്ടില്ല എന്ന വസ്തുതയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിടിവള്ളി. അപ്പോഴും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് നേതൃത്വത്തിന് ഓർമ്മയുണ്ട്. 2 തവണ അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയും അധികാരത്തിൽ വന്നാൽ പറ്റൂ. അപ്പോൾ ഒരു ചെളിക്കുത്ത് പോലും ആ പട്ടികയിൽ, സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവരുത് എന്ന് നേതൃത്വം നിർബന്ധമെടുത്താൽ, ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ഇരുളടഞ്ഞതായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.